Dear students, welcome back. Today I am going to deal with the second important elements of directing, that is motivation. You know that there are 4 elements included in directing function. What are they? Supervision, motivation, leadership, and last one, communication. Today I am going through the meaning of motivation and the 2 other words related to motivation and the features of motivation and also the process of motivation. So, what is the meaning of motivation? Motivation. Simply, we can say that motivation means inducement to act or move. Inducement to act or move. നമ്മളെ ജോലിയെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ചലിപ്പിക്കുവാൻ വേണ്ടി നമ്മളെ ഇൻഡ്യൂസ് ചെയ്യുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ടിരുന്നത്. ഒരു ഫോഴ്സിനെയാണ്, ഒരു ശക്തിയെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ, ഒരു ജോലി എടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന. ഓക്കെ, ആ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഫോഴ്സിനെ, ശക്തിയെ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ, പ്രക്രിയയെ നമുക്ക് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കാം? മോട്ടിവേഷൻ, പ്രചോദനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. Okay, you know that motivation is an element of directing function. Okay, the process of stimulating people to action to accomplish desired goals. Motivation എന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ ഒരു ഘടകമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അത് ജനങ്ങൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡയറക്റ്റിംഗ് ഘടകത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന മോട്ടിവേഷൻ. സപ്പോസ് ദി എയിം ഓർ ഗോൾ ഓഫ് എ കമ്പനി ഈസ് പ്രൊഡ്യൂസിങ് 20,000 കാർസ് ഇൻ എ ഇയർ. ഒരു വർഷം 20,000 കാർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ഒരു ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അവിടെ എംപ്ലോയീസ് ജോലി ചെയ്യണം. അവരെ ആ ജോലി എടുക്കുവാൻ വേണ്ടി ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ 20,000 കാർ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ലക്ഷ്യം, ആ ബോധം കണ്ടോ. അവര് എംപ്ലോയീസ് വർക്ക് ചെയ്താലല്ലേ ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ കമ്പനിക്ക്. അപ്പോൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, എന്ത് ലക്ഷ്യമാവട്ടെ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളെയോ പ്രേരിപ്പിക്കുന്ന, ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡയറക്റ്റിംഗ് ഘടകത്തെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോട്ടിവേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സാറ്റിസ്ഫൈങ് നീഡ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ സംതൃപ്തിയാണ് അവിടെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. തൊഴിലാളിക്ക് സംതൃപ്തി കിട്ടണം. ജോലിയെടുക്കുന്ന ഓരോ എംപ്ലോയിയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? ജോലി എടുക്കുള്ളൂ. അപ്പൊ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? ഒരു തൊഴിലാളിയെ ജോലി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, ഓഫ് കോഴ്സ്, പേ ആൻഡ് അലവൻസസ്, അവർക്ക് കിട്ടുന്ന ശമ്പളം, ബോണസ്, റിട്ടയർമെന്റ് ബെനഫിറ്റ്സ്, പ്രൊമോഷൻ, മെഡിക്കൽ അലവൻസസ്, ഹൗസിംഗ് ഫെസിലിറ്റീസ്, അക്കോമഡേഷൻ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെയാണ് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു തൊഴിലാളിയെ നന്നായി ജോലിയെടുക്കാൻ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? അവർക്ക് കൊടുക്കുന്ന ശമ്പളം, അവർക്ക് കിട്ടുന്ന ബോണസ്, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ, ഒരുപാടുണ്ട്. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ബെനഫിറ്റ്സ്, പ്രൊമോഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം തൊഴിലാളിയെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും, പ്രേരിപ്പിക്കും, ഫോഴ്സ് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് മോട്ടിവേഷൻ. So we discuss the other 2 terms. Motive. You know that motive. Motive is an internal feeling or inner state. അതൊരു നമ്മുടെ മനസ്സിനകത്തു നിന്നുണ്ടാകുന്ന ഒരു തോന്നലാണ് മോട്ടീവ് ചെയ്യുക. എനിക്കത് ചെയ്യണം, എനിക്ക് നന്നായി പഠിക്കണം അല്ലേ,
അങ്ങനെയുള്ള ചില ഇന്റേണൽ നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ചില തോന്നലുകൾ വരാറുണ്ട്. മോട്ടീവ്, പ്രേരണ, അല്ലേ? ദാറ്റ് എനർജൈസസ്. അങ്ങനെയുള്ള പ്രേരണകൾ, നന്നായി പഠിക്കണം, +2 എക്സാം വരാൻ പോകുന്നു, നന്നായി പഠിക്കണം. ദാറ്റ് എനർജൈസസ്, നമ്മളെ എനർജി ചെയ്യും, ഊർജ്ജസ്വലരാക്കും, നമ്മളെ ആക്റ്റീവാക്കും, അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. സോ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രേരണയാണ്, നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന, നമ്മുടെ ഇന്റേണലായി ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, ആ ഫീലിംഗ് ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവന് ഫീലിംഗ് ഉണ്ടാവുന്നത് എന്ത്? നന്നായിട്ട് ജോലി ചെയ്യണം, നന്നായി ജോലി ചെയ്യണം, കമ്പനിക്ക് വേണ്ടിയിട്ട്. കമ്പനിയുടെ ലക്ഷ്യം അതാണ്, 20,000 കാർ പ്രൊഡ്യൂസ് ചെയ്യണം, സോ ഐ ഹാവ് ടു വർക്ക് ഹാർഡ്. അങ്ങനെ ഒരു ഡിസിഷൻ ഒരു തൊഴിലാളിയുടെ ഉള്ളിൽ വരുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അവൻ്റെ മനസ്സിനകത്ത് നിന്നുണ്ടാവുന്ന ഫീലിങ്ങിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോട്ടീവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് എനർജൈസസ്, അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു, നമ്മൾ ഊർജ്ജസ്വലരാക്കുന്നു, കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടി, ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി ഊർജ്ജസ്വലരാക്കും. Then what is the meaning of motivator? Motive നമ്മൾ പഠിച്ചു. ഇനി എന്താ ഈ മോട്ടിവേറ്റർ? മോട്ടിവേറ്റർ ആർ ദി ഇൻസെന്റീവ്സ് ഓർ ടെക്നിക്സ് യൂസ്ഡ് ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതികവും തന്ത്രങ്ങളെയും അതുപോലെ തന്നെ പ്രേരക ഘടകങ്ങളെയുമാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോട്ടിവേറ്റർ. മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ചില തന്ത്രങ്ങളാണ്, തൊഴിലാളികളെ കൂടുതൽ ജോലി എടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചില തന്ത്രങ്ങളാണ്. ആ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു പേഴ്സൺ ആവാം, ഒരു വ്യക്തിയുടെ ചില തന്ത്രങ്ങളാവാം. എന്തൊക്കെയായിരിക്കും കോമൺ മോട്ടിവേറ്റേഴ്സ് യൂസ്ഡ് ബൈ ദി മാനേജേഴ്സ്? ഏതൊക്കെയായിരിക്കും? ഗിവിങ് എന്ത്? പേ ആൻഡ് അലവൻസസ്, ശമ്പളം നന്നായി കൊടുക്കുക, ബോണസ്, നേരത്തെ പറഞ്ഞു, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, പ്രൊമോഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ അലവൻസസ്, പ്രോഫിറ്റ് ഷെയറിങ്, ഇതെല്ലാം നന്നായി കൊടുക്കുകയാണെങ്കിൽ ആ ടെക്നിക്സുകളുണ്ടല്ലോ. അപ്പൊ എന്തിനായി തൊഴിലാളികൾക്ക് കൂടുതൽ അവർ ചെയ്യുന്നതിനനുസരിച്ച്, അവർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ കൂടുതലൊക്കെ ശമ്പളം കൊടുക്കും? ദാറ്റ് സ്റ്റിമുലേറ്റ്, ദാറ്റ് മോട്ടിവേറ്റ്. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിയെ കൂടുതൽ നന്നായി ജോലിയെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോട്ടിവേറ്റർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തന്ത്രങ്ങൾ എന്തെല്ലാമാവാം? അവന് കൂടുതൽ കാശ് കൊടുക്കുക, അവന് ബോണസ് കൊടുക്കുക, അവന് കൂടുതൽ സാലറി കൊടുക്കുക, അവൻ റിട്ടയർ ആകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുക, പ്രൊമോഷൻസ് കൊടുക്കുക. സോ ദീസ് ആർ ദ ടെക്നിക്സ്, സോ ദീസ് ആർ ദ ഇൻസെന്റീവ്സ് ടു വർക്ക് ഹാർഡ് ബൈ എൻ എംപ്ലോയി. So these are the techniques used by a manager for motivating people, so that is known as motivator. അപ്പോൾ നിങ്ങൾ 3 വാക്ക് പഠിച്ചു, മോട്ടിവേഷൻ പഠിച്ചു, മോട്ടീവ് പഠിച്ചു, മോട്ടിവേറ്ററും പഠിച്ചു. ഓക്കെ, അത് 3 നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് മോട്ടിവേഷൻ്റെ ഒരു ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു വില്യം ജി സ്കൗട്ടിന്റെ അഭിപ്രായത്തിൽ മോട്ടിവേഷൻ മീൻസ് പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ to action to accomplish a desired goals. നേരത്തെ പറഞ്ഞത് തന്നെ, motivation means, and what is motivation? Motivation means a process of stimulating people to action to accomplish desired goals. ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു തൊഴിലാളിയെ പ്രേരിപ്പിക്കുന്ന, ഓക്കെ, ഒരു തൊഴിലാളിയെ പ്രചോദിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? മോട്ടിവേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കും. The next topic is features of motivation, characteristics of motivation. You know that the first point is that motivation is an inner feeling. Motivation എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ നിന്ന് അകത്തുനിന്ന് വരുന്നൊരു ഫീലിംഗ് ആണ്. തേഴ്സ്റ്റ്, വെള്ളം കുടിക്കണം. എപ്പോഴാണ് നമുക്ക് വെള്ളം കുടിക്കണം എന്നുള്ള തോന്നുന്നത്? വെള്ളം കുടിക്കണം എന്നുള്ള പ്രോസസ്സ്, ആ മോട്ടീവ് എപ്പോഴാണ് നടക്കുന്നത്? നമുക്ക് ദാഹമുള്ളപ്പോൾ, അല്ലേ? ടു ഡിസൈഡ് ടു ഹാവ് എ ന്യൂ ഹൗസ്, ടു ബിൽഡ് എ ന്യൂ ഹൗസ് എപ്പോഴാണ് തോന്നുക? ഒരു പുതിയ വീട് വെക്കണമെന്ന്, അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങണമെന്ന് തോന്നൽ എപ്പോഴാണ് ഉണ്ടാവുക? എപ്പോഴാണ് ആ മോട്ടിവേഷൻ നടക്കുന്നത്? ഒരു പുതിയ വീട് വെക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ എപ്പോഴാണ് ഉണ്ടാവുക? എങ്ങനെ സംഭവിക്കുക? ഒരു പുതിയ വീട് വേണമെന്നുള്ള ആ മോട്ടീവ് കൊണ്ടാണ്, അല്ലേ? +2 നല്ല മാർക്ക് മേടിക്കണം, നന്നായി പഠിക്കണം. എന്താ തോന്നാൻ കാരണം? എന്താ? ആ തോന്നലാണത്, നന്നായി പഠിക്കണം. സോ ഇറ്റ്സ് എൻ ഇന്നർ ഫീലിംഗ്. It's considered as an inner feeling. നമ്മുടെ മോട്ടിവേഷൻ ഈസ് ഓൾവേസ് ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ഫീലിംഗ്. ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ഫീലിംഗ് ആണോ? അതൊരു ഫിസിക്കലായിട്ട് നമുക്കൊരാളെ വി കനോട്ട് ഫോഴ്സ്, ഒരാളെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല.
Okay, so it's an inner feeling, which means it cannot be forced on employees. Okay, motivation is considered as an inner feeling, which means it cannot be forced on employees. എംപ്ലോയീസിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ജോലി ചെയ്യാത്തൊരു എംപ്ലോയീസിനെ നിങ്ങൾ എത്ര ഫോഴ്സ് ചെയ്തോളൂ അവർ ജോലി ചെയ്യില്ല. പഠിക്കാൻ വിചാരിക്കാത്തൊരു കുട്ടിയെ എന്ത് പറഞ്ഞിട്ടും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അവൻ്റെ മനസ്സിൽ തോന്നൽ വരണം, എനിക്ക് നന്നായി പഠിക്കണം അല്ലേ, എനിക്ക് നല്ല മാർക്ക് വാങ്ങണം, +2 നല്ല മാർക്കോട് കൂടി പാസ്സാവണം എന്നുള്ള ഒരു ഇന്നർ ഫീലിംഗ് വരണം അല്ലേ. ഒരു എംപ്ലോയിക്ക് തോന്നണം എന്ത് നന്നായി ജോലി ചെയ്യണം, എൻ്റെ ഫാക്ടറിക്ക് വേണ്ടി നന്നായി ജോലി ചെയ്യണം എന്നുള്ള ഇന്നർ ഫീലിംഗ് വന്നാൽ മാത്രമേ motivation becomes success. So motivation is considered as an inner feeling. Second point, motivation produces goal directed behavior. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പെരുമാറ്റമാണ് മോട്ടിവേഷനിലൂടെ ഉണ്ടാവുന്നത്. Okay, if a person has a motive to get promotion, what happen? He will work hard. പ്രൊമോഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹം ഒരു തൊഴിലാളിക്ക് ഉണ്ടെങ്കിൽ he will work hard. He will impress his manager. അവൻ തൻ്റെ മാനേജറെ കൊണ്ട് തന്നെ ഇംപ്രസ് ചെയ്യാനും അതുപോലെ തന്നെ അവൻ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ അവിടെ നടന്നത്, ഒരു ലക്ഷ്യോന്മുഖ പെരുമാറ്റം നടന്നത്. ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പെരുമാറിയത്. അവന്റെ ലക്ഷ്യം എന്താ? അവന് പ്രൊമോഷൻ കിട്ടണം. സോ ഹി വർക്ക് ഹാർഡ്. Okay, so motivation produces a goal-directed behavior. And third point, motivation can be either negative or positive. Positive motivation ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്. എന്തൊക്കെയായിരിക്കും പോസിറ്റീവ് മോട്ടിവേഷൻ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം? ഗിവിംഗ് പ്രൊമോഷൻ, ഗിവിംഗ് ഗുഡ് പേ ആൻഡ് അലവൻസസ്, ബോണസ് കൊടുക്കുക, നല്ല ശമ്പളം കൊടുക്കുക, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കുക, പ്രൊമോഷൻ കൊടുക്കുക അല്ലേ, പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് പോസിറ്റീവ്. വാട്ട് ആർ ദ നെഗറ്റീവ് പ്രൊമോഷൻ? വാർണിംഗ് ലെറ്റർ കൊടുക്കുക. എന്ത്? നെവർ ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്, ചെയ്യരുത്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, അത് ചെയ്തു പോകരുത്, റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, വാർണിംഗ് ലെറ്റേഴ്സ് കൊടുക്കുക. പണിഷ്മെന്റ് കൊടുക്കുക. പണിഷ്മെന്റ് എന്താ? എങ്ങനെയൊക്കെയുള്ള പണിഷ്മെന്റ്? മേ ബി സസ്പെൻഷൻ, ഡിസ്മിസൽ, ഡീപ്രമോഷൻ ഈസ് എ നെഗറ്റീവ്. ഡീപ്രമോഷൻ എന്ന് പറഞ്ഞാൽ മാനേജറിനെ പിടിച്ചിട്ട് അക്കൗണ്ട്സ് ഓഫീസർ ആക്കുക. ഡീപ്രമോഷൻ അവിടെ സംഭവിച്ചത്, അപ്പർ പൊസിഷനിൽ നിന്ന് ലോവർ പൊസിഷനിലോട്ട് മാറ്റി. ഇറ്റ് ബിക്കംസ്, അതിൻ്റെ സൈക്കോളജിക്കൽ വശം എന്താവട്ടെ, നമ്മൾ പറയുന്നു ഇറ്റ് ക്രിയേറ്റ്സ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തൊഴിലാളിയിൽ എന്തുണ്ടാവും? ഒരു മാറ്റം ഉണ്ടാവും. ആ പോസിറ്റീവ് പ്രൊമോഷൻ ഉണ്ട്, നെഗറ്റീവ് പ്രൊമോഷൻ ഉണ്ട്. സോ മോട്ടിവേഷൻ ക്യാൻ ബി ഐദർ നെഗറ്റീവ് ഓർ പോസിറ്റീവ്. നാലാമത്തെ പോയിന്റ്, മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ്. Motivating some people, or speaking some people about his or her goals is not an easy process. ഒരു വ്യക്തിയെക്കുറിച്ച്, അവൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ പഠിക്കാൻ തയ്യാറാവാത്തൊരു കുട്ടിയോട് പഠിക്കണം, നീ എന്നൊക്കെ അത് കിട്ടും, ജോലി കിട്ടും, നിൻ്റെ ഫ്യൂച്ചർ ദാറ്റ് ഈസ് വളരെ നന്നാവും എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു തൊഴിലാളിയെ കൊണ്ട് നന്നായിട്ട് ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മാനേജർ എടുക്കുന്ന സാക്രിഫൈസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്രോസസ്സ്, ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്സ്. വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. ഓക്കെ, വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. സോ മോട്ടിവേഷൻ ഇസ് കൺസിഡർഡ് ആസ് എ കോംപ്ലക്സ് പ്രോസസ്. ആൻഡ് ലാസ്റ്റ് വൺ, മോട്ടിവേഷൻ ഇസ് എ ഡൈനാമിക് and continuous process. Motivation is considered as a dynamic because the world has become changing and technology change സംഭവിക്കുന്നു. Human beings are ever changing. ഹ്യൂമൻ ബീങ്സിൽ എല്ലായ്പ്പോഴും മാറ്റം സംഭവിക്കുന്നു. ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് അല്ലേ. അവന് ആദ്യം ഒരു പുതിയ വീട് വെക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം, പിന്നീട് അവൻ്റെ ആഗ്രഹം പുതിയ കാറ് വാങ്ങണമെന്നായിരുന്നു. സോ ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് വൺ ലീഡ്സ് ടു ദി എമർജൻസ് ഓഫ് അനദർ നീഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മറ്റൊരു നീഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ചേഞ്ചസ് ആണ്. അത് നിരന്തരമായിട്ട് തൊഴിലാളികളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരമായി തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാൽ മാത്രമേ സ്ഥാപനത്തിന് അതിന്റെ ലക്ഷ്യങ്ങൾ തൊഴിലാളിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേടിയെടുക്കാൻ പറ്റുള്ളൂ. So it's considered as a dynamic. Dynamic means, what is dynamism? It's changing process and it is also a continuous process. Okay, so these are the main
features of motivation is an inner feeling. Motivation produces goal-directed behavior. Motivation either may be negative or positive. Motivation is a complex process, and motivation is a negative and continuous process. The next topic, motivation process. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മോട്ടിവേഷൻ പ്രക്രിയ. The motivation process is mainly based on human need. മനുഷ്യന്റെ ആവശ്യങ്ങളുമായി അടിസ്ഥാനപ്പെടുത്തിയതാണ് മോട്ടിവേഷൻ കേട്ടോ. ഏതൊരു മനുഷ്യനെയും മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ടാവണം. നിങ്ങൾ വെറുതെ പഠിക്കുമോ? നിങ്ങൾ നന്നാവാൻ വേണ്ടി പഠിക്കുമോ? നല്ലൊരു സ്വഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആരെങ്കിലും പഠിക്കുമോ? ഇല്ല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ സം പ്രഡിക്ഷൻ അബൌട്ട് അവർ ഫ്യൂച്ചർ അല്ലേ? എന്തൊക്കെയോ പ്രഡിക്ഷൻ ഉണ്ട്, എന്തൊക്കെയോ ചില ഊഹങ്ങൾ, ചില ഗോളുകൾ നമുക്കുണ്ട്. സോ മോട്ടിവേഷൻ പ്രോസസ് ഇസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ നീഡ്. പ്രധാനമായും 6 പോയിന്റിലൂടെയാണ് മോട്ടിവേഷൻ പ്രോസസ് കടന്നു പോകുന്നത്. ഫസ്റ്റ് വൺ, അൺസാറ്റിസ്ഫൈഡ് നീഡ്. അതൃപ്തമായ ആവശ്യം, നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തൊരു ആവശ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ. സെക്കൻഡ് പോയിന്റ്, ടെൻഷൻ. ദാറ്റ് ക്രിയേറ്റ്സ് ടെൻഷൻ, റെസ്റ്റ്ലെസ്, വറീസ്. ഓക്കെ, ടെൻഷൻ. 3, ഡ്രൈവ്. അത് നമ്മളെ ഡ്രൈവ് ചെയ്യും, ചലിപ്പിക്കും. സെർച്ച് ബിഹേവിയർ, അന്വേഷിച്ച് കണ്ടെത്തുവാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അന്വേഷിച്ച് കണ്ടെത്തുന്നു, നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സാറ്റിസ്ഫൈഡ് നീഡ്, 5ാമത്തെ പോയിന്റ്. ആൻഡ് ദാറ്റ്സ് വൈ റിഡക്ഷൻ ഓഫ് ടെൻഷൻ. സോ മോട്ടിവേഷൻ പ്രോസസ് is coming from 6 points. Unsatisfied need, tension, drive, search behavior, satisfied need, reduction of tension. ഓക്കെ, അതൃപ്തമായ ആവശ്യം എന്തുണ്ടാക്കും? മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു. ഡ്രൈവ് ചെയ്യുന്നു, ത്വര ചെയ്യുന്നു, നമ്മളതിനെ ചലിപ്പിക്കുന്നു, അന്വേഷിച്ച് കണ്ടെത്തുവാൻ. നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ റിഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ സുനിൽ, അവൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ഒരു ചെന്നൈയിലോ മുംബൈയിലോ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുകയാണ്. സോ വൺ സൺഡേ, ഒരു ദിവസം രാവിലെ സൺഡേ ഓഫീസൊന്നുമില്ല, കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് വരാൻ? വിശപ്പ് വരാൻ തുടങ്ങി. വിശപ്പ് വരാൻ തുടങ്ങുമ്പോൾ അൺസാറ്റിസ്ഫൈഡ് നീഡാണ്. എന്താ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സോ ദ ഫസ്റ്റ് പോയിന്റ്, അൺസാറ്റിസ്ഫൈഡ് നീഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല. അതിന് അവന് വിശപ്പുണ്ടാക്കാൻ തുടങ്ങി. എപ്പോഴും വിശപ്പ് കൂടുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഡ്രൈവ് ചെയ്യുക, അവനെ ചലിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സെർച്ച് ബിഹേവിയർ, അന്വേഷിച്ച് കണ്ടെത്തുവാൻ. എന്ത്? ഒരു ഹോട്ടൽ കണ്ടെത്തുവാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. ബിക്കോസ് ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡാണ്. അവന് വിശന്നിട്ട് വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തൊരവസ്ഥ. അത് അവനെ ചലിപ്പിച്ചു, ത്വര അവനുണ്ടായി, അന്വേഷിച്ച് കണ്ടെത്തുവാൻ. ദെൻ അവനൊരു ഹോട്ടൽ കണ്ടെത്തി, ഭക്ഷണം കഴിച്ചു. ഓക്കെ, വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സോ സാറ്റിസ്ഫൈഡ് നീഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതോടുകൂടി നീഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലേ? സോ ദാറ്റ്സ് വൈ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിലുണ്ടായ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, നമുക്ക് വിശന്നാൽ ചിലപ്പോൾ നമുക്ക് ആകെ കൂടി ഒരു അസ്വസ്ഥത ഉണ്ടാവാറില്ലേ? ആ ടെൻഷൻ അവിടെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഫാക്ടറി ആണെങ്കിലും നമ്മളൊരു വീട് വെക്കണമെന്ന് വീടില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വീടില്ല എന്നുള്ളൊരു അൺസാറ്റിസ്ഫൈഡ് നീഡ് അവന് ടെൻഷൻ ഉണ്ടാക്കും അല്ലേ? അത് അവനെ ഡ്രൈവ് ചെയ്യും, പല കാര്യങ്ങളും ഡ്രൈവ് ചെയ്യും. ലോണ് മേ ബി അവൻ്റെ ബാങ്ക് അക്കൗണ്ടിങ് ബാലൻസ് പിൻവലിക്കാനോ, അല്ലെങ്കിൽ അവന് കടമെടുക്കാനോ, ഗോൾഡ് ലോൺ എടുക്കാനോ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ലോൺ എടുക്കാനോ അല്ലേ? അതവനെ പല രീതിയിൽ കണ്ടെത്തും. അവൻ അവസാനം അന്വേഷിച്ച് കണ്ടെത്തും, അങ്ങനെ വീട് വെക്കുന്നതോട് കൂടിയിട്ട് അവൻ്റെ ആവശ്യം സാറ്റിസ്ഫൈഡ് ചെയ്യും. സോ ദാറ്റ്സ് വൈ റിഡക്ഷൻ ഓഫ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നു. എന്തിൻ്റെ ടെൻഷൻ? വീട് വെക്കണം എന്നുള്ള അവൻ്റെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ പുതിയൊരു ആഗ്രഹം അവിടെ ഉണ്ടാവുന്നു. സോ ദീസ് ആർ ദ പ്രോസസ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ചർച്ച ചെയ്തത്. വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. താങ്ക് യു.